ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മൾ ഇല്ല സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നല്ലോ, വീഡിയോ പിടിക്കുന്ന സ്റ്റാൻഡ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇവിടെ മോൻ നാട്ടിൽ ഉള്ളപ്പോഴത്തേക്ക് ഓൺലൈൻ അതിൽ ബുക്ക് ചെയ്ത് മേടിച്ചായിരുന്നല്ലോ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ആ സ്റ്റാൻഡിനൊപ്പം കിട്ടിയതാണ് ഈ മൈക്ക്. അപ്പോൾ ഈ മൈക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എല്ലാവരും ശബ്ദം കുറവ്, സൗണ്ട് കുറവെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മൈക്ക് ഉപയോഗിക്കാത്ത എന്ത് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കമൻറ്റിലൂടെ പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ മൈക്ക് എടുത്ത് എല്ലാവരും ഇങ്ങനെ മൈക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന മൈക്ക് ഇതല്ല, എന്നാലും ഇത് മുമ്പേ ആദ്യമൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കുറഞ്ഞ മൈക്ക്. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മളാ ഹെഡ്സെറ്റ് കുത്തുന്ന കണക്ക് മൊബൈലിൽ കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഇത് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. അപ്പം സംസാരിച്ച് ഞാൻ വെറുതെയെങ്കിലും ഒന്ന് നേരത്തെ സംസാരിച്ചിട്ട് നോക്കിയപ്പോൾ കാണാം നല്ല ക്ലിയറായിട്ട് ശബ്ദം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മൈക്കിൽ സംസാരിച്ച് ആദ്യമായി വീഡിയോ എടുക്കുകയാണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. രാവിലെ കാപ്പി ഉണ്ടാക്കിയതിൻ്റെ രാവിലെ ദോശ ചുടുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് മറ്റേ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്നീ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ആ വീഡിയോ ഇതായി പോവും. അങ്ങനെയൊക്കെ ഉള്ള 1-2 വീഡിയോ ഇപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ 1-2 വീഡിയോ ഇതായി പോയത്. പിന്നെ കാലത്തെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസമായിരുന്നു. ആയുർവേദ ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസം. എനിക്ക് ആ 10 ദിവസം മരുന്ന് കഴിച്ചതിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ മരുന്ന് നിർത്തിയപ്പോൾ അതിൻ്റേതായ ഇന്നലെ കാലത്ത് വരെ മരുന്നുണ്ടായിരുന്നു. നിർത്തുമ്പോൾ അതിൻ്റേതായ മാറ്റം പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. മരുന്ന് കഴിച്ചപ്പോൾ ആ കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയും കുറവുണ്ടായിരുന്നു. ഡോക്ടറോട് ചോദിക്കാതെ നമുക്ക് കഷായം ഒന്നും മേടിച്ച് കുടിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പം ഒരു 10 ദിവസത്തെ മരുന്നിന് 970 എത്ര രൂപയോ 1000 രൂപയായിരുന്നു ഒരു മാസം 10 ദിവസത്തെ മരുന്ന്. 2 ജാതി കഷായവും 4 ജാതി ഗുളികയും. പിന്നെ അവിടെ ഇത്തിരി പൈസ അവിടെ അടയ്ക്കണമല്ല, അത് ഡോക്ടറിൻ്റെ ഇതായിട്ട്. പിന്നെ നമുക്ക് വണ്ടിക്കൂലിയും 2 പേര് പോയിട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയായാലും 2000 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങ് പുത്തൂര് ചെന്നിട്ട്, പുത്തൂരാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി കടയ്ക്ക് ഒരു ബസ്സിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി കാഞ്ഞിരത്തുമുട്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ്സിൽ പോയി നിലമേ ഇറങ്ങി. നിലമേന്ന് കൊട്ടാരക്കരയെന്ന് പുത്തൂര് അങ്ങനെയാണ് പോകുന്നത്. ഒത്തിരി അങ്ങോട്ടങ്ങ് പോകാൻ ഇതാണ്. പക്ഷേ കൊല്ലം എന്നാണ് ആദ്യം കേട്ടത്. അപ്പോൾ കൊല്ലമല്ല, കൊട്ടാരക്കര പുത്തൂരാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ സ്റ്റാൻഡിൽ ഇഷ്ടംപോലെ ബസ്സുകൾ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പോയില്ല. അപ്പോൾ ഇന്ന് പോവേണ്ട ദിവസമായിരുന്നു. വെള്ളിയും ചൊവ്വയാണ് ഡോക്ടറെ OP. അപ്പോൾ പോയിരുന്നു എങ്കിൽ 2 കുപ്പി കഷായവും അതും കൂടെ മരുന്നുകൂടെയൊക്കെ ഒത്തിരി കൂടെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വന്നനെയായിരുന്നു. പക്ഷേ എന്തായാലും എനിക്കിന്ന് അതിന് പോകാനായിട്ട് പറ്റിയില്ല. ചൊവ്വയും വെള്ളിയാണ്. അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളായിരുന്നു ഇന്ന്. പിന്നെ നാളെ പൂജ, എല്ലാവർക്കും പൂജ വച്ചേക്കുന്നതുകൊണ്ട് പഠിക്കുക എടുക്കുകയൊന്നും വേണ്ടല്ലോ. ഇവിടെ കുട്ടൂസ് മോൻ കിടന്ന് കുരുത്തക്കേട് കാണിച്ച് അങ്ങനെ മറിച്ചിലാണ്. അവന് ഇല്ല സ്വർഗം കിട്ടിയാണൊക്കെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ കുട്ടൂസ് മോൻ ആടി തിമിർക്കുകയാണ്. ഇവിടെ TV ഇട്ടാൽ TV കാണാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ബഹളം ഇവിടെ അങ്ങ് നടക്കേ. അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പിന്നെ എൻ്റെ മൈക്കിൽ സംസാരിച്ചിട്ട് ശബ്ദം എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ കമൻ്റായിട്ട്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ആ ഓളെന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടും. എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഇടയ്ക്ക് പറഞ്ഞു. ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്ന് ചോദിച്ചു.
അതുകൊണ്ട് നിങ്ങളത് അമർത്തി വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.